പച്ചടി ഉണ്ടാക്കുമ്പോൾ പലതരത്തിലുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാം കേട്ടോ. അതിന് പടവലങ്ങ, വെള്ളരി, കുമ്പളങ്ങ, പപ്പായ, പൈനാപ്പിൾ, ബീട്രൂട്ട് ഒക്കെ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. സദ്യക്ക് വിളമ്പുമ്പോൾ ബീട്രൂട്ട് പച്ചടിയാണ് കാണാൻ കുറച്ചും കൂടെ ഭംഗി. ഇലയിൽ കറി വിളമ്പുമ്പോൾ പല നിറത്തിലുള്ള കറികളാണ് നമ്മൾ വിളമ്പുന്നത്. അപ്പോൾ ബീട്രൂട്ട് പച്ചടി ഇങ്ങനെ നല്ല ചുമന്നിരിക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ കൂടുതലും എല്ലാവരും സദ്യക്ക് ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടി കേട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതുണ്ടാക്കാൻ വേണ്ടി 1/4 കപ്പ് ബീട്രൂട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഇതിലേക്ക് ഒരു പച്ചമുളക്, അത് ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിടാം. ചെറിയൊരു പച്ചമുളക് മതി. വെള്ളം 1/3 കപ്പ്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിനൊരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് 1/3 കപ്പ് തേങ്ങ, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇതിൽ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല, വെള്ളം ഇല്ലാതെ വേണം അരയ്ക്കാനായിട്ട്. നമുക്ക് മിക്സിയിൽ വെള്ളം ഇല്ലാണ്ട് അരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. കല്ലേലാണോ അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ഇല്ലാതെ വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കടുക്, അരയല്ല 1/4 ടീസ്പൂൺ കടുക്. അപ്പോൾ ഞാൻ ചേർത്തേക്കുന്ന പച്ചക്കടുകാണ്. പച്ചടിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പച്ചക്കടുകിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കണം. അരയ്ക്കുമ്പോൾ ഇത് നല്ലപോലെ അരഞ്ഞാൻ പാടില്ല. ഈ കടുക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മാത്രം മതി. നല്ലപോലെ അരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് അപ്പം തന്നെ ഓഫാക്കുക. ഒന്ന് കടുക് 2ആയിട്ട് പൊട്ടുക മാത്രം ചെയ്താൽ മതി. ഇത് കണക്കാണ്. അപ്പോൾ നമ്മൾ അരച്ചേക്കുന്ന കടുക് ഒട്ടും തന്നെ അരഞ്ഞു പോയിട്ടില്ല. കടുക് നല്ല തരിയായിട്ട് 2ആയിട്ട് പൊട്ടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. ഇതിലെ വെള്ളം വറ്റിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇപ്പം സ്റ്റൗ ഓഫാണേ, സ്റ്റൗ ഓണാക്കാൻ പാടില്ല. നമുക്ക് ആ കഷ്ണങ്ങൾ വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അരപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കാം. അത് പുളി എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ അധികം വെള്ളമില്ലാത്ത കട്ട തൈരായിരിക്കും ഇതിന് നല്ലത്. നമ്മൾ വെള്ളമുള്ള തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് പിന്നെയും കുറച്ചും കൂടെ വെള്ളമാകും. അപ്പോൾ കട്ട തൈര് ചേർക്കുകയാണെങ്കിൽ ഇത് നല്ല കട്ടയായിട്ട് തന്നെ ഇരിക്കും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണതാണ്. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഇനി ഇതിങ്ങനെ ഇരിക്കും തോറും ഇതിൻ്റെ കളറ് ഇറങ്ങി വരും കേട്ടോ. ഇത് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു വറ്റൽമുളക്, ചെറിയ ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ കളർ ആവണം. ഇത് മൂത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇത് പച്ചടിയിലേക്ക് ഒഴിക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇരിക്കും തോറും ഇതിൻ്റെ കളറ് നന്നായിട്ടൊന്ന് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇലയിൽ വിളമ്പുന്ന തൊടുകറിയാണിത്. ഈ പച്ചടിയുടെ ടേസ്റ്റ് ഒരു പച്ചക്കടുകിൻ്റെ ടേസ്റ്റാണ്. അതും പിന്നെ ഒരു പുളി ഉണ്ടാവും. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചുതരാം. ഇതുപോലത്തെ ഒരു തൊടുകറി കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ക്വാണ്ടിറ്റി വെച്ചിട്ട് തന്നെ ഒരു 10 പേർക്ക് വിളമ്പാനുള്ളതുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ. ഇതൊരു തൊടുകറിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്